ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 29 റിവ്യൂ. മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും മോശം എപ്പിസോഡായി നിന്ന് കുലസ്ത്രീ പട്ടം ഉറപ്പിച്ച അനുമോൾ അവിടെ എന്താണ് ചെയ്തു കൂട്ടുന്നത്? എന്താണ് അവിടെ കാണിക്കുന്നത്? ഒരു പൊതുപ്പിന്റെ ഇടയിൽ ഒരാണും പെണ്ണും കിടക്കുകയാണെങ്കിൽ അവരവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കുന്ന അനുമോൾ സദാചാര കുലസ്ത്. എന്നിട്ട് ഒരു വഴക്കിനിടയിൽ അനുമോൾ പറയുന്നു ആര്യൻ അനുമോളുടെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആര്യനും ജിസയിലും ഒരു പൊതുപ്പിനിടയിൽ കിടന്ന് കാണിക്കാൻ പാടില്ലാത്ത കാണിച്ചു എന്ന് പറയുന്നു. ഒരാണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു എന്ന് പറയുന്നു. വ്യക്തമായി പറഞ്ഞാൽ കിസ് ചെയ്തു എന്ന്. പുറത്ത് രണ്ടുപേരെയും ഭാവി പോകുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്ര നാളും പറയാത്തത്. ഇത് ആര്യൻ എന്റെ അമ്മയ്ക്ക് വിളിച്ചത് കൊണ്ട് മാത്രമാണ് പറയുന്നതെന്ന് അനുമോൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഒരാണും പെണ്ണും പരസ്പര സമ്മതത്തോടെ കിസ് ചെയ്യുന്ന ഇത്ര തെറ്റാണോ? അവിടെ കാണിക്കാൻ പാടില്ലാത്ത കാണിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് എന്നേ വാണിംഗ് കൊടുത്തേനെ. എല്ലാം സെൻസർ ചെയ്തിട്ടല്ലേ TV കാണിക്കൂ. ബിഗ് ബോസിന്റെ സദാചാര കമ്മിറ്റിയിലെ പ്രസിഡന്റൊന്നും അല്ലല്ലോ അനുമോൾ. അത് പറയുന്നത് മാത്രമല്ല ചീപ്പായിട്ട് ഡെമോൺസ്ട്രേഷൻ വരെ നടത്തുന്ന അനുമോൾ മൊണ്ണയെന്ന് വിളിച്ച അക്ബറാണ് അതിനെ എതിർത്ത് സംസാരിക്കുന്നതും ഡെമോൺസ്ട്രേഷൻ കാണിക്കുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുന്നതും. അവർ തമ്മിൽ കിസ് ചെയ്ത എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഒണിയിലും പോസിറ്റീവായാണ് പറയുന്നത്. അനുമോളുടെ ആരാധകർക്കും PR ടീമിനും എന്താണ് പറയാനുള്ളത്? അവരെല്ലാം വോട്ട് കൊടുത്ത് ഒന്നാം സ്ഥാനത്ത് നിർത്തിയേക്കണം. ഈ ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ അനുമോളുടെ വോട്ടിംഗ് നന്നായിട്ട് കുറയും. പുറത്തുനിന്ന് വന്നു കണ്ട ജിഷിമും മസ്താനിയും എന്തിനാണ് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നത് അനുമോൾക്ക്? അവർ പറഞ്ഞതിന് പ്രകാരം പുറത്ത് നല്ല നെഗറ്റീവ് ആണെന്ന് അനുമോൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്. അനുമോളുടെ കൂടെ നിന്നാൽ അനുമോളുടെ വോട്ടും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ലൈവ് ഞങ്ങളും കണ്ടിട്ടുള്ളതാ. ഞങ്ങളും ഒരു കിസിംഗ് സീനൊന്നും കണ്ടിട്ടില്ല. അഥവാ കണ്ടാൽ തന്നെ എന്താണ് പ്രോബ്ലം? ഇതൊക്കെ ചർച്ച ചെയ്ത് ഒരു ഗെയിം കളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങൾ ലൈവ് കണ്ടിട്ടാണ് വന്നതെന്ന് മസ്താനിയും ജിഷിമും ഒക്കെ പറഞ്ഞപ്പോൾ അനുമോൾ ഉറപ്പിച്ചു പുറത്ത് ആര്യനും ജിസയിലും നെഗറ്റീവാണെന്ന്. അതുകൊണ്ടാണ് തൻ്റെ അടുത്തോടി നിന്ന് ഈ വെടി പൊട്ടിക്കാമെന്ന് വെച്ചതെന്ന് തോന്നുന്നു. എന്നും അമിത നാടകാഭിനയമുള്ള അനുമോൾ ഇന്ന് നാടകാഭിനയം വളരെ കുറവ്. കാരണം പുറത്തുനിന്ന് തനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഏകദേശം ഒരു മനസ്സിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നൊരു കരച്ചിലുമില്ല, ഒരു മെഴുകലുമില്ല. ആദിലയും നൂറയൊക്കെ അനുമോൾക്ക് സപ്പോർട്ടാണ്. അവരുടെ കാര്യത്തിൽ മാത്രമാണ് പുരോഗമന ചിന്ത. മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് ഒരു പുരോഗമന ചിന്തയില്ല. മസ്താനി രണയിട്ട് കരയിപ്പിക്കുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ രണയുടെ വീട്ടിൽ പോലും കയറ്റില്ല എന്നും ബോയ് ഫ്രണ്ടൊക്കെ ഇട്ടിട്ട് പോകുമെന്നുമാണ് പറയുന്നത്. പുതിയതായി വന്ന 5 വൈൽഡ് കാർഡിനാണ് പണിപ്പുരയിൽ പോകാൻ അവസരമുണ്ടായത്. മാത്രമല്ല അവർ എടുത്തുകൊണ്ടുവരുന്ന പാക്കറ്റുകളിൽ ബിഗ്, മീഡിയം, സ്മോൾ എന്ന രീതിയിലുള്ള ബോംബുകൾ ഉണ്ടായിരിക്കും. ബോംബിന്റെ പടം അത് ഹൗസിലുള്ള മറ്റുള്ളവർക്കുള്ള പണിയാണ്. ആർക്ക് പണി കൊടുക്കണമെന്ന് ഈ വൈൽഡ് കാർഡിന് 5 പേർക്കും തീരുമാനിക്കാം. അങ്ങനെ കിട്ടിയ ഒരു പണിയാണ് അവിടെയുള്ള ഒരാൾക്ക് ക്യാപ്റ്റൻ സ്ഥാനം ബിഗ് ബോസിൽ നിൽക്കുന്നിടത്തോളം കാലം കിട്ടില്ല എന്നത്. വൈൽഡ് കാർഡുകൾ തിരഞ്ഞെടുത്ത് അക്ബറിനെയാണ്. അക്ബർ ഗ്രൂപ്പിസം കാണിക്കുന്നു. ഗ്രൂപ്പിലുള്ളവരെ ക്യാപ്റ്റനായ സേവ് ചെയ്യും. ക്രൂക്കഡ് മൈൻഡാണ് എന്നൊക്കെ പറഞ്ഞ് അക്ബറിന് ക്യാപ്റ്റൻ സ്ഥാനം നിഷേധിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അക്ബറിന് ക്യാപ്റ്റനാകാൻ സാധിക്കുകയില്ല. ക്യാപ്റ്റനായ നിവിൻ ഓരോരുത്തരെയും സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്നു. കിച്ചണിലെ ക്യാപ്റ്റനായത് ലക്ഷ്മിയാണ്. രാവിലെ ലക്ഷ്മി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേ, ക്യാപ്റ്റൻ എവിടെ എന്നൊക്കെ ചോദിച്ച് ഷാനവാസിനോടും അക്ബറിനോടും വഴക്കമുണ്ടാക്കുന്നുണ്ടായിരുന്നു. കിച്ചണിൽ ഇനി മുതൽ എല്ലാവർക്കും വരാമെന്ന ലക്ഷ്മി. അനുമോളും ആദിലയും പ്രവീണും ജിഷിമുമൊക്കെയാണ് കൂട്ടിന്. മസ്താനി ക്യാപ്റ്റനായ ബെസൈറ്റ് ടീമിൽ ബിന്നിയും നോറ, സാബുമാൻ എന്നിവരാണ്. അനീഷ് ക്യാപ്റ്റനായ 4 ടീമിൽ അപ്പാനി, അഭിലാഷ്, ഷാനവാസ് എന്നിവർ. ഒണിയൽ ക്യാപ്റ്റനായ ബാത്റൂമിൽ റെന, ആര്യൻ, ശൈത്യ എന്നിവർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. വരും ദിവസങ്ങളിൽ ബിഗ് ബോസിന്റെ കണ്ടന്റുകൾ മെച്ചപ്പെടുമോ? നമുക്ക് നോക്കാം.